അദ്ദേഹം ഒരു കേസ് കൊടുത്തതിന് അദ്ദേഹത്തെ ശല്യക്കാരനായ വ്യവഹാരി എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം എന്താ? ശല്യക്കാരനായ വ്യവഹാരി എന്ന് പറഞ്ഞാൽ നിരന്തരമായി കാണുന്നവർക്കെതിരെ എല്ലാം പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് പറയുന്നത്. അങ്ങനെ മാത്യു കുഴൽനാടൻ ആർക്കെതിരായിട്ടാണ് ആവശ്യമില്ലാതെ പരാതി കൊടുത്തിരിക്കുന്നത്? അദ്ദേഹം ഒരു കേസ് കൊടുത്തു. അദ്ദേഹം അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്. ആ കേസിൽ കണ്ടന്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ദൗർഭാഗ്യവശാൽ അത് വിജിലൻസ് കോടതി തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അപ്പീൽ പോകണ്ടേ? നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് നടത്തി എന്ന് പറയപ്പെടുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കത്തിപ്പിടിച്ച ഒരു വിവാദം തന്നെയായിരുന്നു മാസപ്പടി വിവാദം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നത് മുൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥയായ സ്വപ്ന സുരേഷ് ആയിരുന്നുവെങ്കിൽ മാസപ്പടി വിവാദത്തിൽ പിണറായി വിജയന്റെയും മകളെയും പൂട്ടാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസിന്റെ യുവ MLA കൂടിയാണ്. മൂവാറ്റുപുഴ MLA ആയ മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും എതിരെ മാസപ്പടി വിവാദത്തിൽ കൃത്യമായ നിലപാടുകളോടുകൂടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയായിരുന്നു. നേരത്തെ ഈ കേസിൽ, അതായത് CMRL എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ തൻ്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്ക് 1,72,00,000 രൂപ യാതൊരു തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളും CMRL കൊടുക്കാതെയാണ് അവരിൽ നിന്ന് ഇത്രയും തുക കൈപ്പറ്റിയത് എന്നുള്ളതായിരുന്നു കേസിന് അടിസ്ഥാനമായ സംഭവം. നേരത്തെ ഈ കേസിൽ ഗിരീഷ് ബാബു എന്ന് പറഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഗിരീഷ് ബാബു ഫയൽ ചെയ്ത ഈ കേസ് കോടതി തള്ളുകയുണ്ടായി. പിൽക്കാലത്ത് ഗിരീഷ് ബാബു മരണപ്പെട്ടതിനാൽ ഈ കേസ് അന്വേഷണം പിന്നീട് എങ്ങുമെങ്ങും എത്താത്ത നിലയിൽ മാറിപ്പോയിരുന്നു. എന്നാൽ ഇതിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നും ഇതിൽ കൃത്യമായ ഇടപെടലുകൾ ആവശ്യമാണ് എന്ന് നിരീക്ഷിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ MLA തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കുകയായിരുന്നു. എന്നാൽ ദൗർഭാഗ്യവശാൽ മാത്യു കുഴൽനാടൻ്റെ വാദങ്ങളൊന്നും മുഖവിലക്കെടുക്കാതെ ആ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളുകയായിരുന്നു. ഇതേ തുടർന്നാണ് മാത്യു കുഴൽനാടൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വീണ്ടും ഹർജിയുമായി പോകുന്നത്, അപ്പീലുമായി പോകുന്നത്. എന്നാൽ മാത്യു കുഴൽനാടൻ സമർപ്പിച്ചിരുന്ന റിവിഷൻ ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും എതിരെ കൃത്യമായ രീതിയിൽ തെളിവുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതായത് ഈ കേസിൽ CMRL എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ 1,72,00,000 രൂപ വാങ്ങി എന്നുള്ള കേസും, ഒരു തരത്തിലും സ്വകാര്യ കമ്പനികൾക്ക് കരിമണൽ ഖനനത്തിന് അനുമതി കൊടുക്കരുത് എന്ന കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയെ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചില പ്രത്യേക യോഗങ്ങൾ ചേരുകയും അങ്ങനെ CMRLന് വീണ്ടും ഖനനാനുമതി നൽകുകയും ചെയ്തു മുഖ്യമന്ത്രി എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ തൻ്റെ റിവിഷൻ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. ഇതിന് കൃത്യമായ തെളിവുകളുണ്ടെന്നും മുഖ്യമന്ത്രി ഇതുപോലെ യോഗം കൂടിയതിനുള്ള മിനിറ്റ്സുകളെല്ലാം തെളിവുകളായി ഹാജരാക്കിക്കൊണ്ട് തന്നെയായിരുന്നു മാത്യു കുഴൽനാടൻ റിവിഷൻ ഹർജി നൽകിയത്. അപ്പോൾ ഇതിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ CMRL എന്ന കരിമണൽ ഖനന കമ്പനിക്ക് കേന്ദ്ര അനുമതി നിഷേധിച്ചുകൊണ്ട് പ്രത്യേക താൽപര്യപ്രകാരം ഒരു യോഗം വിളിക്കുകയും മുഖ്യമന്ത്രി എന്ന രീതിയിൽ വഴിവിട്ട സഹായങ്ങൾ CMRL എന്ന കമ്പനിക്ക് മുഖ്യമന്ത്രി നൽകുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകളാണ് വീണ വിജയൻ എന്നതിൻ്റെ പേരിൽ കരിമണൽ ഖനനത്തിന് പ്രത്യേക അനുമതി കിട്ടിയതിൻ്റെ പ്രതിഫലമായി അല്ലെങ്കിൽ അതിൻ്റെ നന്ദി സൂചകമായി തന്നെയാണ് 1,72,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് CMRL കൊടുത്തത് എന്നാണ് മറ്റൊരു വാദം. യാതൊരു വിധത്തിലുള്ള സേവനങ്ങളും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ തൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് CMRL എന്ന കമ്പനിയിൽ നിന്നും 1,72,00,000 രൂപ കൈപ്പറ്റി എന്നുള്ളത് മറ്റൊരു ഗുരുതരമായ കുറ്റം. ഇത്തരത്തിൽ നിരവധി കുറ്റങ്ങളും അതിന് തെളിയിക്കുന്ന രീതിയിലുള്ള നിരവധി രേഖകളും സമർപ്പിച്ചുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജി കൊടുത്തിരുന്നത്. ഈ റിവിഷൻ ഹർജിയിലാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നോട്ടീസ് അയക്കുവാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും എതിരെയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ജൂലൈ 2-ാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ഇതിന് കൃത്യമായ രീതിയിൽ കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതുവരെയും അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും ഹൈക്കോടതിയുടെ നോട്ടീസ് അവരുടെ അഭിഭാഷകർ മുഖേന സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും എതിരായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ള ഈ വിഷയത്തിൽ ഇപ്പോൾ നിരവധി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ ആളുകളാണ് പ്രതികരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായ VD സതീശൻ ഇക്കാര്യത്തിൽ കൃത്യമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു.
മുഖ്യമന്ത്രിക്കും മകൾക്കും ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. മാത്യു കുഴൽനാടൻ കോൺഗ്രസിന്റെ അനിഷേധ്യനായ നേതാവാണെന്നും മൂവാറ്റുപുഴ MLA ആയ മാത്യു കുഴൽനാടനെ കോൺഗ്രസ് ഇത്രയും കാര്യങ്ങൾ, അതായത് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ നടത്തുവാൻ വേണ്ടി അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി VD സതീശൻ എടുത്തു പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇനി എന്തു നടക്കുന്നു എന്നുള്ളത് കണ്ടറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേരളീയ സമൂഹം. ഏതായാലും ഈ കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും യാതൊരു തരത്തിലുള്ള പങ്കില്ലെന്നും ഇത് വെറും കെട്ടിച്ചമച്ച കേസാണെന്നുമായിരുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതി ഈ കേസ് തള്ളിയതിനെ തുടർന്ന് സഖാക്കൾ പറഞ്ഞു പരത്തിയിരുന്നത്. എന്നാൽ അതിനെല്ലാം കൃത്യമായ തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്തായാലും ഇനി ഹൈക്കോടതിയിൽ എന്ത് തരത്തിലുള്ള നിയമവ്യവഹാരങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയാം, കാത്തിരിക്കാം. ഉൾനാടന്റെ ഹർജിയിൽ മുഖ്യമന്ത്രി അടക്കമുള്ള എതിർകക്ഷികൾക്കും വീണയ്ക്കും ഹൈക്കോടതി അഭിഭാഷകം വഴി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും ആ കേസ് വിജിലൻസ് തള്ളിയ സാഹചര്യത്തിൽ വിജിലൻസ് തള്ളിയത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ മാത്യു കുഴൽനാടൻ പാർട്ടിയുടെ അനുമതിയോടുകൂടി തന്നെ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ആ കേസ് പോകും. ഒരു വിചാരണ കോടതിയിൽ തള്ളിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ അപ്പീൽ പോവാണ്. ആ അപ്പീൽ ഫൈറ്റ് ചെയ്യും, നിയമപരമായി ഫൈറ്റ് ചെയ്യും ആ കേസ്. ഈ CPM പറയുന്ന പോലെ ശല്യക്കാരനെ വ്യവഹാരി ശല്യക്കാരൻ തന്നെയായിരിക്കും. അല്ല, അദ്ദേഹം ഒരു കേസ് കൊടുത്തതിന് അദ്ദേഹത്തെ ശല്യക്കാരനായ വ്യവഹാരി എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം എന്താ? ശല്യക്കാരനായ വ്യവഹാരി എന്ന് പറഞ്ഞാൽ നിരന്തരമായി കാണുന്നവർക്കെതിരെ എല്ലാം പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് പറയുന്നത്. അങ്ങനെ മാത്യു കുഴൽനാടൻ ആർക്കെതിരായിട്ടാണ് ആവശ്യമില്ലാതെ പരാതി കൊടുത്തിരിക്കുന്നത്? അദ്ദേഹം ഒരു കേസ് കൊടുത്തു, അദ്ദേഹം അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്. ആ കേസിൽ കണ്ടന്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ദൗർഭാഗ്യവശാൽ അത് വിജിലൻസ് കോടതി തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അപ്പീൽ പോകണ്ടേ? തെരഞ്ഞെടുപ്പിൽ അവരുടെ പരാജയത്തിന് ഒരു ഘടകമായിട്ടുണ്ടോ? ഉറപ്പായിട്ടും